ഒരിക്കലൊരു കർഷകൻ തന്റെ കഴുതയുമായിട്ട് മേയുന്നതിന് വേണ്ടി ഒരു പുതിയ സ്ഥലത്തേക്ക് ചെന്നു. പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു. തന്റെ കഴുത അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുഴിയിലേക്ക് അബദ്ധത്തിൽ ചെന്ന് വീണു. ഇദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ആ കുഴിയിൽ നിന്നും തന്റെ കഴുതയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. എത്ര ശ്രമിച്ചിട്ടും സാധിക്കാതെയായപ്പോൾ അദ്ദേഹം തന്റെ കഴുതയെ അവിടെ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അതിൽ ഉപേക്ഷിച്ചു പോയാൽ ഓരോ ദിവസവും പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി തന്റെ പ്രിയപ്പെട്ട കഴുത ചത്തുപോകും എന്ന ആ യാഥാർത്ഥ്യം അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. തന്റെ കഴുതയെ മണ്ണിട്ട് ജീവനോടെ ഇവിടെ മൂടാം. ഒരൊറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് ഇതിനെ കൊന്നുകളയാം. അതായിരിക്കും അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്നേഹപ്രവൃത്തി എന്ന് അദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു. അദ്ദേഹം തന്റെ മൺവെട്ടി എടുത്ത് ഉടനെ തന്നെ മണ്ണ് കിളച്ച് കഴുതയുടെ മുകളിലേക്ക് ഓരോ തവണ മണ്ണിട്ടു. മണ്ണ് ആദ്യമേ ശരീരത്തിൽ വീണപ്പോൾ കഴുതയൊന്ന് പകച്ച് മുകളിലേക്ക് നോക്കി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കഴുത തന്റെ പുറത്തു വീണുകൊണ്ടിരുന്ന മണ്ണ് കുടഞ്ഞെറിഞ്ഞ് താഴത്തേക്കിട്ട് ആ മണ്ണിന് മുകളിൽ ചവിട്ടി കയറി നിൽക്കാൻ തുടങ്ങി. ഓരോ തവണ മണ്ണ് കിളച്ചു മറിച്ച് തന്റെ ശരീരത്തിൽ പതിക്കുമ്പോഴും കഴുത ഈ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരുന്നു. മണ്ണ് താഴത്തേക്ക് കുടഞ്ഞെറിയുക, അതിന് മുകളിൽ കയറി നിൽക്കുക. അങ്ങനെ ഓരോ തവണയും കുടഞ്ഞെറിഞ്ഞു കളഞ്ഞ മണ്ണിന് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് കഴുത ഏറ്റവും മുകളിലേക്ക് എത്തിച്ചേരുകയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്രയാവുകയും ചെയ്തു. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മണ്ണ് വന്നു വീഴാറുണ്ട്. പ്രശ്നങ്ങളാകുന്ന മണ്ണുകൾ, അതല്ലെങ്കിൽ വിമർശനങ്ങളാകുന്ന മണ്ണുകൾ. പലപ്പോഴും ഈ വിമർശനങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് പലപ്പോഴും എനിക്കിതല്ലേ സംഭവിച്ചത്. അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ പലപ്പോഴും ഒരുപാട് നിരാശരായി ചെയ്തിരുന്ന പ്രവൃത്തി അവസാനിപ്പിച്ച് ആ കുഴിയിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച്, നിങ്ങൾക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആ കുഴിയിൽ ഇരുന്ന് പോയാൽ അതെ, നിങ്ങൾ അവിടെ ഇരുന്ന് പരാജയപ്പെടും. അതല്ലെങ്കിൽ ആ കുഴിയിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കും. ഓരോ പ്രശ്നങ്ങളെയും കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അതിനു മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ വിജയത്തിലേക്ക് നിങ്ങൾ കാൽവെക്കുക. അവിടെയാണ് നിങ്ങളുടെ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഇതാ കാത്തിരിക്കുന്നു. എത്ര മോശമായ അനുഭവമാണെങ്കിലും അത് നന്മയ്ക്കുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് സ്വീകരിക്കാനായിട്ടും കൂടി നമുക്കുള്ള മനോഭാവം കൂടി നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.